ഹായ് നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടി ഒന്ന് വറുത്തെടുക്കുവാണേ. അപ്പോൾ പൊടി വറുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ ജീരകം ഒന്ന് ഇടിച്ച് അരിപ്പൊടിയിലേക്ക് ഇട്ടിട്ടാണ് വറുക്കുന്നത്. അപ്പോൾ പുട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ ദേ ഞാനതെല്ലാം പൊടിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടിക്കഴിഞ്ഞ് ഞാൻ പൊടിയൊക്കെ ഒന്ന് നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പുട്ടിനായിട്ട് പൊടി നനച്ച് വെച്ച് പിന്നെ തേങ്ങയൊക്കെ ചിരണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പുട്ടും അടുപ്പത്ത് വെച്ച് ആവിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കറി ഉണ്ടാക്കുന്നില്ല, കടലക്കറി ഇല്ല, പഴം ഇരിപ്പുണ്ട്, റോബസ്റ്റ് പഴവും ഉണ്ട്, പാളയംകുടത്തിൻ്റെ പഴവും ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കറിക്കൊന്നും കിട്ടിയിട്ടില്ല. നമ്മുടെ റോഡെ മീനൊന്നും വന്നില്ല കേട്ടോ. പിന്നെ മോൻ വർക്കിന് ഇടയ്ക്ക് ഒന്ന് പുറത്ത് പോയി മീൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്ത് മീനാണെന്ന് ചോദിച്ചെന്നേ. ഈ മീനിന് ഇവിടെ പറയുന്ന പേര് പാക്കൂർച്ചിലെന്നാണ്. ഞാൻ ചട്ടിയിലിട്ട് കാണിച്ചു തരാം. പാക്കൂർച്ചിലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് നിങ്ങൾ പറയുന്ന പേരെന്താണെന്നുള്ളത് കമൻ്റ് ഇടുക. അപ്പോൾ നമ്മളിത് തേങ്ങ അരച്ചാണ് ഞാനിത് കറി വയ്ക്കാൻ പോകുന്നത്. ഞാനത് ക്ലീനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ക്ലീനാക്കി എടുത്തിട്ട് ഞാനത് 3 പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനിത് കറിക്കായിട്ട് എടുത്തത്. പിന്നെ ഇത് ഫ്രൈ ചെയ്യാനും നല്ലതാണ്. അപ്പോൾ നമുക്ക് ചാറ് കറിക്കൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കറിയായിട്ട് തന്നെ വെച്ചത്. അപ്പോൾ ദേ കണ്ടോ, ക്ലീൻ ചെയ്ത് ഞാനത് 3 പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബീട്രൂട്ട് ഉണ്ടായിരുന്നത് ഞാനത് മെഴുക്ക് പുരട്ടാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ അരച്ചില്ല, തേങ്ങ അരക്കണം. തേങ്ങ ഞാൻ പൊട്ടിച്ച് ഇനിയൊന്ന് അരച്ചെടുക്കാൻ പോയാണ്. പിന്നെ പീച്ചിങ്ങ ഉണ്ടായിരുന്നു കേട്ടോ, പീച്ചിങ്ങയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിക്കുട്ടി ഉണ്ട് അടുക്കളയിൽ. അപ്പോൾ ഞാൻ മീൻകറി വെക്കാനുള്ളതൊക്കെ അരച്ചെടുത്തായിരുന്നു കേട്ടോ. തേങ്ങ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പച്ചമുളക്, തക്കാളി, കറിവേപ്പില എല്ലാം ഞാൻ മീനിലേക്ക് ചേർത്തിട്ട് അരച്ച് വെച്ച അരപ്പും കൂടെ അതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ. എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇന്നും കറി ഉണ്ടാക്കിയത്, തേങ്ങ അരച്ചുള്ള കറി. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും പുളിയൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. മാങ്ങ ഉള്ളപ്പോൾ ഞാൻ മാങ്ങ ചേർക്കാറുണ്ട്. ഇപ്പം മാങ്ങയുടെ സീസണാണ്, മാങ്ങ ഉണ്ട്. അപ്പോൾ മാങ്ങയുള്ള സമയത്താണ് ഞാൻ മാങ്ങ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുടംപുളി ഇട്ട് വയ്ക്കാറുണ്ട്. ഈ മീനിന് മാങ്ങയും നല്ലതാണ്, കുടംപുളി ഇട്ട് വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ കറിയൊക്കെ എല്ലാം കൂട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് തിളച്ച് വരട്ടെ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പീച്ചിങ്ങ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പൊള്ളിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണേ. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ വയ്ക്കണം. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഇതേ കറി അടുപ്പത്ത് വെച്ച്, അപ്പോൾ അതിൻ്റെ അടപ്പ് പാത്രം ഞാൻ ആ കബോർഡിൽ വെച്ചിരിക്കുന്നു കേട്ടോ. അതിനാണ് ഞാനത് താഴെ ഒന്ന് നോക്കിയത്. അപ്പോൾ അനുക്കുട്ടി ഇവിടെ തുടക്കലും ഒക്കെ ആയിട്ടാണ് കേട്ടോ. ഒരു കുറച്ച് വെള്ളം എവിടെയെങ്കിലും കിടന്ന ഉടനെ പുള്ളിക്കാരത്തേക്ക് അതൊന്ന് തുടച്ച് മാറ്റണം. അപ്പോൾ അത് തുടച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഫോണിൻ്റെ ക്യാമറ അത്ര ക്ലിയർ അല്ല കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണെന്നറിയത്തില്ല. പിന്നെ പുറത്തെ വെട്ടമൊക്കെ അടിക്കുന്നതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ ഈ എടുത്തു വെച്ച ഇതൊക്കെ നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇനി ഞാനത് ശ്രദ്ധിക്കാം. കാര്യം ഞാനിപ്പോൾ ക്യാമറ വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ മാറ്റി വെച്ചിട്ട് വേണം ഇനി എനിക്ക് വീഡിയോ എടുക്കാനായിട്ട്. പിന്നെ മാത്രമല്ല, ഈ ഫോണൊന്ന് മാറ്റണം. ഓരോ കാര്യങ്ങളായിട്ട് അത് നടക്കുന്നില്ല. അപ്പോൾ അവിടെ പേരയ്ക്ക ഇരിപ്പുണ്ടായിരുന്നേ. നല്ല പേരയ്ക്കയാണ്, നല്ല മധുരമുള്ള പേരയ്ക്കയായിരുന്നു. അപ്പോൾ ഞാനത് മുറിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ അതൊക്കെ കഴിക്കാനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കറിയൊക്കെ ഏകദേശമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അടുപ്പത്തിരിപ്പുണ്ട്. കറി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ ഇനി ഇരുന്നൊന്ന് നന്നായിട്ടൊന്ന് വറ്റി വരണം. പീച്ചിങ്ങ പൊള്ളിച്ചത് ദേ പാത്രത്തിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബീട്രൂട്ടും ഒക്കെ റെഡിയായി കേട്ടോ. റെഡിയായി ഒക്കെ എടുത്ത് പാത്രത്തിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കറിയും കൂടെ ഒന്ന് റെഡിയായാൽ മതി. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഊണ് കഴിക്കാം. പിന്നെ കറിയും ഒക്കെ ഒരു പാത്രത്തിലൊക്കെ എടുത്ത് വെച്ച് ചോറും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് എല്ലാവരും ഉള്ള ദിവസമാണ് കേട്ടോ. ചേട്ടായി ഉണ്ട്, പിന്നെ മക്കൾ 2 പേരും ഉണ്ട്.
അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് തുണികളൊക്കെ കഴുകിയത് രാവിലെ കൊണ്ട് കുറച്ച് തുണികൾ വിരിച്ചിട്ടുണ്ടായിരുന്നേ. ചേട്ടായിയുടെ ഡബിളൊക്കെ കഴുകിയതൊക്കെ ഒന്ന് വിരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഉണങ്ങിയതൊക്കെ ഒന്ന് എടുത്തിട്ട് വേണം. പിന്നെ ബാക്കി കുറച്ച് തുണികൾ കഴുകിയതിരിപ്പുണ്ട്. അപ്പോൾ അതുമായിട്ട് ഞാൻ പിന്നെ ടെറസിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡബിളെല്ലാം ഉണങ്ങിക്കിടക്കുകയാണ്. ഡബിൾ മുണ്ടില്ലേ അത്. അപ്പോൾ അതെല്ലാം ഒന്ന് ഉണങ്ങിയതെല്ലാം മടക്കി എടുത്തിട്ട് വേണം ഇനി അടുത്ത തുണികളൊന്ന് വിരിക്കാനായിട്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ അടുത്ത ദിവസങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അടുത്തടുത്ത് ഓരോ കാര്യങ്ങൾക്കായിട്ട് പുറത്ത് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വരുമ്പോൾ നമുക്ക് തുണികളുടെ എണ്ണം കൂടും കഴുകാനുള്ള, അല്ലേ? അല്ലാതെ തന്നെ നമുക്ക് ഡെയിലി നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന തുണികൾ തന്നെ 2 നേരം ഇപ്പം കുളിച്ചേച്ച് മാറുന്നത്, മേല് കഴുകിയിട്ട് മാറുന്നത്, അങ്ങനെ കുറേ ഉണ്ടാവും. പിന്നെ അത് കൂടാതെ നമ്മൾ പുറത്തേക്കും കൂടെ പോയി വരുമ്പോൾ അതിനേക്കാൾ കൂടുതൽ തുണികളാകും. അപ്പോൾ അതെല്ലാം കൂടെ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ ഇന്ന് അതിരാവിലെ തന്നെ കഴുകിയിട്ട തുണികളാണ് കേട്ടോ ഞാനിത് ഇപ്പം മടക്കി എടുക്കാൻ പോണത്. പിന്നെ ഊണ് കഴിച്ചേച്ചും വന്നിട്ട് ഞാനിത് ഇനി വിരിക്കാനുള്ള തുണികളാണ് കേട്ടോ ആ ബക്കറ്റിലിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ യൂസ് ചെയ്യുന്ന തുണികളാണ്. പിന്നെ അതൊക്കെ ഞാൻ മിഷ്യത്തിലിട്ടാണ് കഴുകുന്നത്. ഡബിൾ മുണ്ടൊക്കെ ഞാൻ കല്ലിലേ കഴുകാറുള്ളൂ, മിഷ്യത്തിലിടാറില്ല. ഒരുപാട് ചുളുക്കലായിരിക്കും, തേച്ചെടുക്കാൻ തന്നെ ഭയങ്കര പ്രയാസമായിരിക്കും. ഈ കഴിഞ്ഞു പോയ കുറച്ച് ദിവസങ്ങളെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിൽക്കാൻ സമയം കിട്ടിയിട്ടില്ലേ. മാത്രമല്ല കല്യാണം വിളി തന്നെ 2-3 ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിനൊക്കെ പോകണമായിരുന്നു, പിന്നെ ഒരു മരിപ്പിന് പോകണമായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു. അപ്പോൾ നല്ല വെയിലുള്ളത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല, ഈ പെട്ടെന്ന് തുണികളൊക്കെ ഉണങ്ങി കിട്ടും. ഇന്നലെ ഇവിടെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസങ്ങൾ കൂടി ഇന്നലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ചായ ഇട്ടിട്ടുണ്ടായിരുന്നു. ചായ ഇട്ട് എല്ലാവർക്കും ഒക്കെ കൊടുത്ത് പിന്നെ കുറച്ച് ക്ലീനിങ് ആയിരുന്നു കേട്ടോ വൈകുന്നേരം ആയപ്പം. അപ്പോൾ ചേട്ടായിയും കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെട്ടിയാനൊക്കെ വല കെട്ടിയതൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് കളയാൻ വേണ്ടിയിട്ട് ഞാനും ചേട്ടായിയും കൂടെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അകത്തും പുറത്തും ഒക്കെ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പുറത്തും കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചില ആളുകൾ പറയണ കേൾക്കാവേ, വാടക വീടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും, ക്ലീൻ ആക്കാതെയൊക്കെ പരിസരം അങ്ങനെ വൃത്തിയാക്കാതെയൊക്കെ ഇട്ട് കളയുമല്ലോ ചില ആളുകൾ വാടകയ്ക്ക് താമസിക്കുമ്പോൾ. പക്ഷേ നമ്മളങ്ങനെയല്ല കേട്ടോ. നമ്മുടെ വാടക വീടാണെങ്കിൽ പോലും നമ്മൾ വീടും പരിസരവും ഒക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് തന്നെ ഇടും കേട്ടോ. സ്വന്തം വീടായാലും എന്ത്, വാടക വീടായാലും എന്തല്ലേ, നമ്മൾ അല്ലേ ഇവിടെ താമസിക്കുന്നത്. അപ്പം നമ്മൾ അത്രയും വൃത്തിയാക്കി തന്നെ ഇടുക. അങ്ങനെ ആ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം അടിച്ചിട്ടതെല്ലാം പിന്നെ ഞാൻ അതെല്ലാം തൂത്തുവാരി ഒക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് തുടക്കലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. അടിച്ച് വാരി കളഞ്ഞത് കൊണ്ട് ഞാൻ ഈ വീഡിയോ ഫിനിഷ് ചെയ്ത് കേട്ടോ. വീഡിയോയുടെ ലെങ്ത് കൂട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുകൂട്ടിയാൽ പോരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് നല്ല നല്ല കണ്ടന്റുകളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാൻ കൂട്ടുകാരെ. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഓക്കെ, സി യു.